ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അനീഷ് ചാനൽ. അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തായിരുന്നു പരിപാടി? ഞങ്ങൾ എന്തായാലും ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പോക്കാട്ടോ ഇത്. ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ 11 മണിക്കാണ് ഷോ. അപ്പോൾ ഞങ്ങൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വെയിലുള്ള ദിവസം കേട്ടോ. കുറേ ദിവസത്തെ മഴ കഴിഞ്ഞിട്ട് ഇന്നൊരു വെയിൽ നന്നായിട്ട് കണ്ടു. അതിന് നല്ല ക്ലൈമറ്റ് മാറ്റമുണ്ട്. ചൂട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും മലയാളികൾ മഴ പെയ്ത മഴേനെ കുറ്റം പറയും, വെയിൽ വന്ന വെയിലിനെ കുറ്റം പറയും. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാൾ എത്തി. വണ്ടി നമ്മൾ പുറത്താണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് മാളിലേക്ക് കിടക്കാട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 11 മണി ആവാറായി. അതുകൊണ്ട് വേഗത്തിലുള്ള നടത്തായിരുന്നു. പിന്നെ ഇന്നെന്തോ വലിയ തിരക്ക് തോന്നിയില്ല. ഒരു രാവിലെ ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും കൂടുതൽ ഇവിടെ തിരക്കാവാം. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടോ. ഇതാണ് തിയേറ്റർ. ഇവിടുത്തെ പിന്നെ സ്നാക്സ് ഒന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഫുൾ ചെക്കിങ് ഒക്കെ ഉണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറാം. നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. നല്ല രസമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഞങ്ങളും കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ആ തിയേറ്ററിനകത്ത് നമ്മൾ കയറാണ്. തിരക്ക് ഭയങ്കര കുറവാട്ടോ. ഇംഗ്ലീഷ് മൂവി ആയിട്ടായിരിക്കും. പിന്നെ രാവിലെ 11 മണിയല്ലേ, അതുകൊണ്ടായിരിക്കും ഒത്തിരി സീറ്റുകൾ കാലിയായിരുന്നു. അങ്ങനെ പടം തുടങ്ങി. ഞാൻ പൊതുവെ അങ്ങനെ ഇംഗ്ലീഷ് പടങ്ങൾ തിയേറ്ററിൽ പോയി കാണൽ കുറവാണ്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പടം കാണുന്നത്. പക്ഷേ എനിക്ക് ഈ പടം നല്ല ഇഷ്ടമായിട്ടോ. നല്ലൊരു കഥയായിരുന്നു. ചുഴലിക്കാറ്റിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. പിന്നെ മാത്രമല്ല, നടീനെ കാണാനൊക്കെയാണെങ്കിൽ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവളെ. അങ്ങനത്തെ നമ്മൾ മൂവി കണ്ട് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായി ഫിലിം. നല്ല പടമായിരുന്നല്ലേ? കൊടുങ്കാറ്റ് പടം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ വന്നു. എന്ത് നീ കൊടുങ്കാറ്റ് കണ്ടിട്ടുണ്ടോ? ഈസ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് വളരെ അനാക്കോണ്ടൊക്കെ പോലെ കുറേ കണ്ട പടം. ഈസ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ അതുകൊണ്ടാണ് അടിപൊളി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മൂവി നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സൺഡേയുടെ പരിപാടി. അപ്പോൾ നിങ്ങളുടെ പരിപാടി എന്തായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഫ്രം അനീഷ് ചാനൽ. അയ്യോ, ഒരു കാര്യം പറയാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ.